ലിംഗം മുറിച്ച സംഭവത്തിൽ പെൺകുട്ടിയെ തള്ളി പെൺകുട്ടിയുടെ മാതാവ് രംഗത്ത്. ലിംഗം മുറിച്ചത് കാമുകനെന്ന് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. അമ്മ DGPക്ക് പരാതി നൽകി. പ്രണയബന്ധം എതിർത്തതിനാലാണ് കാമുകൻ പെൺകുട്ടിയുടെ സഹായത്തോടെ ലിംഗം മുറിച്ചതെന്നും പെൺകുട്ടിയുടെ അമ്മ. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ഒരുപക്ഷെ വളരെ മറ്റൊരു വഴിത്തിരിവിലേക്ക് ഇപ്പോൾ ഈ കേസ് എത്തുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയിലൂടെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ പുതുതായി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി പുറത്തേക്ക് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ തികച്ചും നാടകീയമായി മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തികച്ചും നാടകീയമായ ഒരു ട്വിസ്റ്റാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയെ തള്ളിക്കൊണ്ട് പെൺകുട്ടിയുടെ അമ്മ തന്നെ രംഗത്ത് വരുന്നു. പെൺകുട്ടിയുടെ അമ്മ ഇപ്പോൾ DGPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 40 വർഷത്തിലെ പരാതി ഞാൻ വായിക്കാം മനു. തിരുവനന്തപുരം ജില്ലയിലെ നമ്മൾ ഇരയുടെ പേര് വെളിപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് അവരുടെ മറ്റു വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. 19/5/2017 രാത്രി 11:30 മണിയോടെ വീട്ടിൽ വെച്ച് മകളെ ഗംഗേശാനന്ദ തീർത്ഥപാത ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയ സംഭവത്തെ പറ്റിയിട്ടാണ് പെൺകുട്ടിയുടെ അമ്മ ഇപ്പോൾ പരാതി DGPക്ക് നൽകിയിരിക്കുന്നത്. സ്വാമി എൻ്റെ മകളെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നത് കളവാണെന്നും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് സ്വാമിയെ വർഷങ്ങളായി അറിയാമെന്നും ഈ തൻ്റെ മകൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നുമാണ് DGPക്ക് ഇപ്പോൾ ഈ മാതാവ് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. DGP പരാതി ഇപ്പോൾ അന്വേഷണത്തിനായി തൻ്റെ ബന്ധപ്പെട്ട കീഴുദ്യോഗസ്ഥനായി അയച്ചു കൊടുത്തിട്ടുണ്ട്. പരാതിയിൽ ഇപ്രകാരമാണ് പറഞ്ഞത്. ലിംഗം മുറിച്ചത് പെൺകുട്ടി ഒറ്റയ്ക്കല്ല, പെൺകുട്ടിയുടെ കാമുകൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ്. അന്നേ ദിവസം ഈ സംഭവം നടക്കുന്ന ദിവസം പെൺകുട്ടിയുടെ മുറിയിൽ വരികയോ ലൈംഗികമായി ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു. ഇതിൽ അമ്മയാണ് ഈ പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആരോപണവുമായി രംഗത്ത് വരികയല്ല, മറിച്ച് DGPക്ക് പരാതിയായി നൽകിയിരിക്കുകയാണ് എന്നതാണ് പ്രത്യേകത മനു. തീർച്ചയായിട്ടും ജീവൻ, ഒരു പക്ഷേ ഈ കേസ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ അല്ലെങ്കിൽ മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്നു. ഇതിലെ സാമ്പത്തിക ഇടപാട് പോലുള്ള കാര്യങ്ങളുണ്ട്, തുടങ്ങിയതൊക്കെ നമ്മൾ അന്ന് ഒരുപാട് ചർച്ച ചെയ്തു പോയതാണ്. ഇപ്പോൾ ഈ DGPക്ക് അമ്മ നൽകിയിരിക്കുന്ന പരാതി അനുസരിച്ചാണെങ്കിൽ ഇത് കരുതിക്കൂട്ടി ചെയ്ത സംഭവമാണ്. അതായത് പ്ലാൻ ചെയ്ത് തീരുമാനിച്ചുറപ്പിച്ചാണ് ഇത്തരത്തിലൊരു രീതിയിലേക്ക് ഈ മകളും കാമുകനും എത്തിയത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ അമ്മ പറയുന്നത്? ഈ പെൺകുട്ടിയുടെ കാമുകൻ എന്ന് പറയപ്പെടുന്ന, അതായത് അമ്മ ആരോപിക്കുന്നത്, നമുക്ക് ആ കാര്യത്തിൽ ഉറപ്പില്ല, അമ്മയുടെ ആരോപണം മാത്രമാണ്. ഇത്തരത്തിൽ ഒരു കാമുകനുണ്ട് എന്നും ആ കാമുകനുമായി ചില സാമ്പത്തിക ഇടപാടുകൾ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നതായും ഒക്കെയുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ അതൊക്കെ അതിശയോക്തിപരമാണ്. കാരണം 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഒരു കാമുകനുമായി ഉണ്ട് എന്ന് സ്വന്തം അമ്മ തന്നെ ആരോപിക്കുന്ന ഒരു വളരെ വിചിത്രമായൊരു വസ്തുത. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് എങ്ങനെ എത്തി എന്നതൊക്കെ ഇനി അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടി വരേണ്ടതാണ്. പക്ഷേ എന്നാൽ പോലും ഞാനിപ്പോൾ അമ്മയുടെ വാക്കുകളാണ് ഞാനെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് സ്വാഭാവികമായും അമ്മ പറയുന്നത് കൊണ്ട് അതിനൊരു ഏകപക്ഷീയമായ സ്വഭാവം ഉണ്ടാവും. അതൊരിക്കലും നമ്മുടെ വാർത്തയുടെ ഭാഗവുമല്ല. ഇങ്ങനെയാണ് പറയുന്നത്. കാമുകനുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു, പ്രണയബന്ധമുണ്ടായിരുന്നു. ഇത് ആവർത്തിച്ച് താനും സ്വാമിയും വിലക്കിയിരുന്നു. ഇതിൽ ഉള്ള ദേഷ്യം മൂലമാണ് അന്ന് രാത്രി 11 മണിയോടുകൂടി 11:30 ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. തങ്ങൾ ചെന്ന് നോക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ട് സ്വാമി ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത് എന്നാണ് അമ്മ ഇപ്പോൾ DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് മനു. ജീവൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അത് ആ രീതിയിൽ തന്നെ പോലീസ് എങ്ങനെയാണ് ആ പരാതി കണക്കിലെടുത്തിരിക്കുന്നത്? അതായത് ഇതിലെ ചില സാമ്പത്തികമായ ഇടപാടുകൾ സംബന്ധിച്ച സൂചനകൾ, വയനാട്ടിൽ സ്ഥലം മേടിച്ച് നൽകാം, അങ്ങനെയൊക്കെ ഉള്ള ചില സൂചനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിരുന്നു. ഈ പണം തിരികെ ചോദിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ ഇത്തരത്തിൽ പൂർണ്ണമായും സ്വാമിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇര എന്ന നിലയിൽ പെൺകുട്ടിയുടെ ഭാഗം കൂടി പോലീസിന് അവിടെ കൃത്യമായി അറിയേണ്ടതുണ്ട്, ആ രീതിയിൽ പോകേണ്ടതുമില്ലേ? തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായി വരും. കാരണം ഏറ്റവും പ്രധാനമായി ഈ വസ്തുതയാണ് ഇനിയിപ്പോൾ പരിശോധിക്കാനായി തീരുമാനിക്കപ്പെടുന്നതും. കാരണം പെൺകുട്ടിയെ തള്ളിക്കൊണ്ട് ആ കുടുംബത്തിലെ തന്നെ സ്വന്തം അമ്മ തന്നെ രംഗത്ത് വരുന്ന പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങൾ കൂടി ഇനി പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരേണ്ടതായി വരും. എന്നാൽ ഇത് സംബന്ധിച്ച് പെൺകുട്ടി ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസിലുള്ള ആർക്കും തന്നെ ഇന്ന് രാവിലെ വരെ യാതൊരു വിധത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല. ഉന്നതങ്ങളിലാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇപ്പോൾ DGP ഇത് അന്വേഷിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നതും. നിലവിൽ പെൺകുട്ടിയെ സ്വാമി ലൈംഗികമായി ഉപയോഗിച്ചു എന്ന പെൺകുട്ടിയുടെ വാദത്തെ തള്ളിക്കൊണ്ടും അതിനെതിരായി അമ്മ തന്നെ DGPക്ക് പരാതി നൽകുന്നു എന്ന
വിചിത്രമായൊരു വസ്തുത. തീർച്ചയായും ഇരയ്ക്കെതിരെ അമ്മ തന്നെ രംഗത്ത് വരുന്നു എന്ന വിചിത്രമായ വസ്തുത ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനനേന്ദ്രിയം മുറിച്ച സംഭവം കൂടുതൽ നാടകീയതയിലേക്ക് പോവുകയാണ് എന്ന് കൂടി നമുക്ക് പറയേണ്ടതായി വരും. ശരി, ജീവനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ അത് കൂടുതൽ നാടകീയമായ ദിശയിലേക്ക് വഴിമാറുന്നു. ഇപ്പോൾ പെൺകുട്ടിക്കെതിരെ പെൺകുട്ടിയുടെ അമ്മ പരാതി നൽകിയിരിക്കുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: പെൺകുട്ടിക്കൊരു കാമുകനുണ്ടായിരുന്നു, ആ ബന്ധം ഒഴിയണമെന്ന് സ്വാമി പറഞ്ഞു. എന്നാൽ ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പെൺകുട്ടിയും കാമുകനും ചേർന്ന് ആണ് സ്വാമിയെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഏതായാലും വളരെ നാടകീയമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുന്നത്.